കഥയെ ആരംഭിക്കുന്നത് നാസ്തി എന്ന യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. മരത്തിൽ അവളൊരു മാലാഖയുടെ രൂപം കൊത്തിയെടുത്ത് നിർമ്മിക്കുകയായിരുന്നു. ഉക്രൈനിലെ ശാന്തമായ ഒരു പ്രദേശത്ത് ഭർത്താവായ മൈക്കിളിനൊപ്പം അവൾ താമസിച്ചു വരികയാണ്. അന്നേ ദിവസം അവരിരുവരും ബന്ധപ്പെടുകയും പിന്നീട് കുറച്ചു നാളുകൾ കഴിഞ്ഞു പോവുകയും ചെയ്തു. നാസ്തി ഗർഭിണിയായി. നാസ്തി ഒരു മികച്ച കലാകാരിയായിരുന്നു. അവൾ ചിത്രങ്ങൾ വരയ്ക്കുകയും മരം കൊണ്ട് ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു. സൈക്കിളിൽ യാത്ര ചെയ്യുന്ന മൈക്കിൾ ഒരു കോളേജ് അധ്യാപകനാണ്. വ്യത്യസ്തമായൊരു ജീവിതമായിരുന്നു മൈക്കിളും നാസ്തിയും നയിച്ചിരുന്നത്. മൈക്കിൾ ഒരു നാടോടിയായിരുന്നു. ഉക്രൈനിലെ ഒരു ഭാഗത്ത് എത്തിച്ചേർന്ന അയാൾ അവിടെ പിന്നീട് തമ്പടിച്ചതാണ്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളോ ഒന്നുമില്ലാതെ പരമ്പരാഗത രീതിയിലായിരുന്നു അവർ ജീവിച്ചു പോന്നിരുന്നത്. മൈക്കിൾ ഒരു കോളേജ് അധ്യാപകനാണ്. ഫിസിക്സും മാത്സും പരിസ്ഥിതി പഠനവുമായിരുന്നു അവന്റെ പ്രധാന വിഷയങ്ങൾ. കോളേജിലെത്തിയ അവൻ അന്ന് ടിവിയിൽ ഒരു വാർത്ത കണ്ടു. വീട്ടിൽ ടിവി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കോളേജിലെത്തുമ്പോഴേ മൈക്കിൾ അത്തരത്തിൽ വാർത്തകൾ കാണാറുണ്ടായിരുന്നുള്ളൂ. അതും കൂടുതലും ഇടവേള സമയത്ത്. അന്ന് കണ്ട വാർത്ത ഇപ്രകാരമായിരുന്നു: ഉക്രൈനിലെ തലസ്ഥാന നഗരിയിൽ റഷ്യക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ കുറച്ചുപേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ തന്നെ പ്രതിഷേധക്കാർ റഷ്യയെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. മൈക്കിൾ പതിവ് പോലെ ക്ലാസ് എടുത്തു. ക്ലാസ്സിൽ അന്ന് പ്രശ്നക്കാരനായ ഇവാൻ എന്ന പയ്യൻ മൈക്കിളിനെ കണക്കിന് ഒന്ന് പരിഹസിക്കുന്നുണ്ട്. വരത്തനായ നീ ഇവിടെ നിന്നും പോകണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവാൻ മൈക്കിളിനോട് ദേഷ്യപ്പെട്ടത്. ഇവാൻ ഒരു റഷ്യൻ അനുകൂലിയാണ്. ഉക്രൈനിലാണുള്ളതെങ്കിലും അവന് കൂടുതൽ താല്പര്യം റഷ്യയോടായിരുന്നു. തന്റെ വിദ്യാർത്ഥിയായ ഇവാന്റെ വാക്കുകളെ മൈക്കിൾ അത്ര കാര്യമായി എടുത്തൊന്നുമില്ല. ഇരുപക്ഷത്തും ചേരാത്ത യുദ്ധത്തെ വെറുത്തിരുന്ന ഒരു സമാധാനവാദിയായിരുന്നു മൈക്കിൾ. തന്റെ ഭാര്യയോടൊപ്പം ഒരു പ്രശ്നത്തിനും പോവാതെ മൈക്കിൾ അങ്ങനെ സമാധാനത്തോടെ ജീവിച്ചു പോന്നുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മൈക്കിൾ ജോലിക്ക് പോകുന്ന സമയത്ത് കുറച്ച് റഷ്യൻ സൈനികരെ കാണാനിടയായി. കോളേജിലെത്തിയ മൈക്കിൾ അകത്തേക്ക് കടന്നപ്പോൾ അവിടെങ്ങും ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. മൈക്കിൾ കുറച്ച് പരിഭ്രാന്തനായി. ഈ സമയത്ത് ടിവിയിൽ ഉടനടി മൈക്കിൾ ആ വാർത്ത കാണുകയാണ്. റഷ്യ ഉക്രൈനുമേൽ ആക്രമണം നടത്തുന്നു എന്ന വാർത്തയായിരുന്നു അത്. അപകടം മനസ്സിലാക്കിയ മൈക്കിൾ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഉടനടി തന്റെ വീട്ടിലേക്ക് പാഞ്ഞു. പക്ഷേ വീട്ടിലെത്തിയപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. വീട്ടിലെത്തിയ മൈക്കിൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതാണ്. അതിക്രമിച്ചു കയറിയ 2 റഷ്യൻ പട്ടാളക്കാർ തന്റെ ഭാര്യ നാസ്തിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ എത്തിയ മൈക്കിളിനെയും പട്ടാളക്കാർ ക്രൂരമായി ഉപദ്രവിച്ചു. മൈക്കിൾ ഒരു ചാരനൊന്നുമല്ല, അവിടുത്തെ സിവിലിയനാണ് എന്ന് പട്ടാളക്കാർ ഉറപ്പുവരുത്തി. നാസ്തി അവർ ഉപദ്രവിക്കുന്ന കണ്ട് നാസ്തി ഗർഭിണിയാണ് എന്ന് മൈക്കിൾ പറഞ്ഞെങ്കിലും പട്ടാളക്കാർ അവളെ ഉപദ്രവിക്കുന്നത് തുടർന്നു. ക്രൂരരായ പട്ടാളക്കാർ അവരുടെ ചെറിയ വീട് തീയിട്ട് നശിപ്പിക്കുകയാണ്. പിന്നാലെ ആ പട്ടാളക്കാർ മടങ്ങാൻ തുടങ്ങി. ദേഷ്യം കയറിയിരുന്ന നാസ്തി പ്രതിഷേധം എന്ന രീതിയിൽ അവർക്ക് നേരെ കല്ലെറിഞ്ഞു. ഒട്ടും മടിച്ചില്ല. കൂട്ടത്തിലൊരു റഷ്യൻ പട്ടാളക്കാരൻ അവൾക്ക് നേരെ നിറയൊഴിച്ച് അവളെ കൊന്നുകളയുകയാണ്. തന്റെ ഭാര്യയ്ക്കരികിൽ തകർന്ന ഹൃദയവുമായി മൈക്കിളിന് ഇരിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. വേദന കൊണ്ട് അയാൾ പൊട്ടിക്കരഞ്ഞിരുന്നു. അവരുടെ വീട് അധികം വൈകാതെ കത്തിക്കരിഞ്ഞ ചാരമായി മാറി. കുറച്ചു സമയം പിന്നിട്ടപ്പോൾ ഉക്രൈൻ സൈന്യത്തിന്റെ ഭാഗമായ 2 സിവിലിയൻസ് ഒരു ബ്രിഗേഡിയറിനൊപ്പം അങ്ങോട്ടേക്കെത്തുകയാണ്. അവർ മൈക്കിളിന്റെ രേഖകൾ പരിശോധിച്ചു. മൈക്കിൾ ഒരു ഉക്രൈൻകാരനാണെന്നും സാധാരണക്കാരനാണെന്നും മനസ്സിലാക്കി. അവർക്ക് സംഭവിച്ച ദുരിതത്തിന്റെ പേരിൽ അവരോട് ക്ഷമ പറഞ്ഞ അവർ നാസ്തിയുടെ മൃതദേഹം സംസ്കരിക്കാനും മറ്റും മൈക്കിൾ സഹായിച്ചു. തിരികെ പോകുന്ന സമയത്ത് ആ സൈനികർ മൈക്കിളിനെയും കൂടെ കൂട്ടി. മൈക്കിളിന് മറ്റെങ്ങോട്ടും പോവാനുണ്ടായിരുന്നില്ല. വണ്ടിയിൽ ആ സൈനികർക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ തന്റെ ഭാര്യ മരം കൊണ്ട് നിർമ്മിച്ചിരുന്ന ആ മാലാഖയുടെ രൂപം മൈക്കിൾ കയ്യിൽ കരുതിയിരുന്നു. ഓർമ്മകൾക്കായി അവന്റെ കയ്യിൽ ആകെ അവശേഷിച്ചത് അത് മാത്രമായിരുന്നു. അവരങ്ങനെ സൈനിക താവളത്തിലേക്ക് എത്തി. അങ്ങനെ മറ്റൊരാളെ പുറത്തുനിന്ന് കൊണ്ടുവന്നത് അവിടെയുള്ള സൈന്യത്തിലെ പലർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവനൊരു റഷ്യൻ ചാരനായിരിക്കുമോ എന്ന് സൈന്യത്തിലുണ്ടായിരുന്നവർ ഭയപ്പെട്ടു. തന്റെ ഭാര്യയോടും തന്നോടും ക്രൂരത ചെയ്ത ആ റഷ്യൻ പട്ടാളക്കാരോട് വലിയ ദേഷ്യം തന്നെ മൈക്കിളിന് തോന്നിയിരുന്നു. മൈക്കിൾ അന്ന് അവിടെ വെച്ച് പറഞ്ഞു: എനിക്ക് സൈന്യത്തിൽ ചേരാൻ ആഗ്രഹമുണ്ട്. റഷ്യക്കാരെ ഉക്രൈനിൽ നിന്നും എനിക്ക് തുരത്തി ഓടിക്കണം. അങ്ങനെ സൈന്യം മൈക്കിളിന് പരിശീലനം നൽകി ഒരു സൈനികനാക്കാൻ തീരുമാനിച്ചു. കനത്ത പരിശീലനങ്ങൾ നൽകാൻ തുടങ്ങി. സമാധാനവാദിയായ യുദ്ധവിരോധിയായ മൈക്കിൾ അങ്ങനെ ഒരു സൈനികനാവാൻ പരിശീലിക്കുന്നു. ആദ്യഘട്ടത്തിൽ തോക്ക് അസംബിൾ ചെയ്യുന്നതൊക്കെയായിരുന്നു മൈക്കിളിന് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ആദ്യമായി ഒരു തോക്ക് കാണുന്ന അത് അസംബിൾ ചെയ്യാൻ ശ്രമിക്കുന്ന മൈക്കിളിന് എളുപ്പത്തിൽ അതൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല. മൈക്കിൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളുടെയും മറ്റും പേരിൽ മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പരിഹാസങ്ങളൊക്കെ മൈക്കിളിന് കേൾക്കേണ്ടി വന്നു. പട്ടാളത്തിലുള്ളവർ രഹസ്യമായി അവന് രാവൺ എന്ന പേര് കൊടുത്തു. കഠിനമായ പരിശീലനങ്ങൾ മൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം അത്യന്തം ശ്രമകരമായിരുന്നു. എന്നിരുന്നാൽ തന്നെയും തന്റെ ഭാര്യയെ കൊന്നവരോട് പ്രതികാരം ചെയ്യണമെന്നുള്ള ചിന്ത അവനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു.
ഏതാനും ആഴ്ചകൾ മൈക്കിൾ അവിടെ പരിശീലനം തുടർന്നു. വേണ്ടത്ര സ്നൈപ്പർമാർ ഇല്ല എന്നുള്ളതായിരുന്നു ഉക്രൈൻ സൈന്യം നേരിട്ടിരുന്ന ഒരു പ്രധാന വെല്ലുവിളി. അങ്ങനെ സ്നൈപ്പർമാർ ആവാൻ ആഗ്രഹമുള്ളവർ മുന്നോട്ട് വരണമെന്ന് ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്നവരോട് സൈന്യം ആവശ്യപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന യുവാക്കളിൽ പലരും അതിന് മടിച്ചിരുന്നു. പക്ഷേ ചിലർക്കൊപ്പം മൈക്കിൾ സന്നദ്ധതയറിയിച്ചു മുന്നിട്ട് വന്നു. പക്ഷേ മൈക്കിളിന് അതിനൊന്നും സാധിക്കില്ലെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന പലരും മൈക്കിളിനെ പരിഹസിക്കാൻ ആരംഭിച്ചിരുന്നു. എന്നിരുന്നാലും മൈക്കിൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു പരീക്ഷയുണ്ടായിരുന്നു. 20 സെക്കൻഡ് സമയം അനുവദിക്കും. 20 സെക്കൻഡിനുള്ളിൽ AK-47 അസംബിൾ ചെയ്യാൻ മൈക്കിളിന് സാധിച്ചാൽ മൈക്കിളിനെ സ്നൈപ്പർ വിങ്ങിലേക്ക് പരിശീലനത്തിനെടുക്കുമെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥൻ മൈക്കിളിനോട് പറഞ്ഞു. മൈക്കിൾ അങ്ങനെ AK-47 മുമ്പിലേക്ക് എത്തുകയാണ്. മറ്റുള്ളവരെ ഞെട്ടിച്ചുകൊണ്ട് കണ്ണുകെട്ടിക്കൊണ്ട് മൈക്കിൾ 18 സെക്കൻഡ് കൊണ്ട് തന്നെ AK-47 അസംബിൾ ചെയ്തു. അക്ഷരാർത്ഥത്തിൽ അവിടുണ്ടായിരുന്നവരുടെ വായടപ്പിക്കാൻ അന്ന് മൈക്കിളിന് കഴിഞ്ഞിരുന്നു. തന്റെ മികച്ച പ്രകടനത്തിന്റെ പേരിൽ ഏവരുടെയും പ്രശംസയടക്കം അന്ന് മൈക്കിളിന് നേടിയെടുക്കാൻ സാധിച്ചു. അധികം വൈകാതെ സ്നൈപ്പറാവാനുള്ള പരിശീലനം ആരംഭിക്കുകയായിരുന്നു. മൈക്കിളും അതിൽ പങ്കാളിയായി. നേരത്തെ ഒരു പ്രൊഫസർ ആയിരുന്നതിനാൽ തന്നെ കണക്കുകളെയും കാറ്റിന്റെ വേഗതയെയും ഒക്കെ സംബന്ധിച്ചുള്ള പ്രത്യേക ക്ലാസുകൾ മികച്ച രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ മൈക്കിളിന് കഴിഞ്ഞു. അവിടെയുണ്ടായിരുന്ന അധ്യാപകരെക്കാൾ വേഗത്തിൽ കണക്കുകൾ കൂട്ടാൻ പോലും മൈക്കിളിന് സാധിച്ചു. വെടിയൊച്ച കേട്ടാൽ പോലും സ്നൈപ്പർമാർ അനങ്ങരുത് എന്ന് സൈന്യത്തിന്റെ പഠന ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു ടെസ്റ്റിൽ മൈക്കിൾ പരാജയപ്പെട്ടു. എന്നിരുന്നാൽ തന്നെയും ഇരുട്ടിൽ ശത്രുവിന് നേരെ നിറയൊഴിക്കാൻ മൈക്കിൾ പ്രാഗൽഭ്യം നേടി. അത് നടന്നതും പരിശീലന കാലഘട്ടത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. ഏറ്റവും അവസാനത്തെ ടെസ്റ്റായിരുന്നു അത്. രാത്രിയിൽ ടാർഗറ്റിലേക്ക് നിറയൊഴിക്കണം. ആകെ ചെറിയൊരു വെട്ടം മാത്രമാണ് പരീക്ഷയെടുക്കുന്നവർ വലിച്ചെറിയുക. ആ വെട്ടം അടിസ്ഥാനമാക്കി വേണം ഷൂട്ട് ചെയ്യാൻ. എല്ലാവരും വെടിയുതിർത്തപ്പോഴും മൈക്കിൾ വെടിയുതിർത്തില്ല. ഫ്ലെയർ ലൈറ്റ് തെളിഞ്ഞപ്പോഴുള്ള ഡിസ്റ്റൻസും മറ്റ് കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിച്ച് മൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്തു. ഒടുവിൽ മുഴുവൻ ഇരുട്ടായിരുന്ന സമയത്ത് കൃത്യമായ ടാർഗറ്റിലേക്ക് മൈക്കിൾ വെടിയുതിർത്ത് കൊള്ളിച്ചു. ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു അത്. അന്ന് ആ ട്രെയിനിങ്ങിൽ ഏറ്റവും മികച്ച മാർക്ക് വാങ്ങി പാസ്സായതുപോലും മൈക്കിളായിരുന്നു. അങ്ങനെ മൈക്കിൾ റിയൽ സ്നൈപ്പറായി മാറി. കോഡ് നെയിം റാവനായിരുന്നു മൈക്കിളിന് ലഭിച്ചിരുന്നത്. മൈക്കിളിനങ്ങനെ ആദ്യ ദൗത്യം വന്നെത്തി. തന്റെ സഹസ്നൈപ്പർമാരോടൊപ്പം ആദ്യത്തെ ദൗത്യത്തിനായി യുദ്ധഭൂമിയിലേക്ക് മൈക്കിൾ ഇറങ്ങി. റഷ്യക്കാർ പിടിച്ചെടുത്തിരുന്ന ഒരു ചെക്ക് പോസ്റ്റ് വീണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു മൈക്കിളിന്റെ ദൗത്യം. ഓരോ സ്നൈപ്പറിനും ഓരോരോ റഷ്യൻ പട്ടാളക്കാരെ അവരുടെ കൂടെയുണ്ടായിരുന്ന ലീഡർ ടാർഗറ്റായി നൽകിയിരുന്നു. അവരെങ്ങനെ ചെക്ക് പോസ്റ്റിലെത്തിയ അവസരത്തിനായി കാത്തുനിന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു വണ്ടിയിൽ അഭയാർത്ഥികളായ 2 പൗരന്മാർ കടന്നു വന്നത്. റഷ്യൻ പട്ടാളക്കാർ അവരെ പിടികൂടി പരിശോധിക്കാൻ തുടങ്ങി. അവരുടെ പാസ്പോർട്ട് പരിശോധിച്ചു. ഈ സമയത്ത് മൈക്കിളും സംഘവും തങ്ങളുടെ ദൗത്യം നിർത്തിവെച്ചിരുന്നു. റഷ്യൻ പട്ടാളക്കാർ പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോൾ ആ 2 സിവിലിയന്മാരോടും ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. കൂട്ടത്തിലെ സ്ത്രീയെ ക്രൂരമായി പിടിച്ചുവെച്ചു. അതോടെ മൈക്കിളും കൂട്ടരും സൈനിക നടപടിയിലേക്ക് കടക്കാൻ തീരുമാനിച്ചു. ഓരോരുത്തരെയായും കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അവർ കൊലപ്പെടുത്തി. ഈ സമയം സിവിലിയനായ സ്ത്രീയെ ബന്ദിയാക്കി വെച്ചിരുന്ന സൈനികനെ വളരെ കൃത്യമായി ഷൂട്ട് ചെയ്ത് മൈക്കിളും കൂട്ടരും ചേർന്ന് രക്ഷപ്പെടുത്തുകയാണ്. പിന്നാലെ അവർ ആ ചെക്ക് പോസ്റ്റിൽ ഉക്രൈൻ പതാക നാട്ടി. അവിടുത്തെ നിയന്ത്രണം തങ്ങൾ തിരിച്ചു പിടിച്ചെടുത്തിരിക്കുന്നു എന്ന അർത്ഥത്തിലായിരുന്നു അത്. വൈകാതെ അവർ അവിടെ നിന്ന് മടങ്ങി. പിന്നീട് മൈക്കിളിന് മറ്റൊരു ദൗത്യം ലഭിച്ചു. ആ ദൗത്യത്തിൽ മൈക്കിളിന് അവൻ ജോലി ചെയ്തിരുന്ന കോളേജ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചിരുന്നു. ആരുമില്ലാതെ വിജനമായി കിടക്കുന്ന സ്കൂളും പരിസരങ്ങളും മൈക്കിളിനെ ദുഃഖിപ്പിച്ചിരുന്നു. ഒന്നുമിനിയും ചെയ്യാനില്ല എന്ന് മൈക്കിൾ മനസ്സിലാക്കി. അങ്ങനിരിക്കെയാണ് മൈക്കിളിനെ തേടി ഒരു ദുഃഖവാർത്ത എത്തുന്നത്. മൈക്കിളിന് ആകെയുണ്ടായിരുന്ന അടുത്ത സുഹൃത്ത്, മൈക്കിളിന്റെ സഹപ്രവർത്തകൻ, അദ്ദേഹം റഷ്യൻ സൈന്യത്തിലെ സ്നൈപ്പറാൽ കൊല്ലപ്പെട്ടു. ഈ ഒരു സംഭവത്തോടെ മൈക്കിളിന്റെ പ്രതികാരദാഹം വർദ്ധിക്കുകയാണ്. ആരാണ് മൈക്കിളിന്റെ കൂട്ടുകാരനെ കൊന്ന ആ സ്നൈപ്പർ എന്നറിയാൻ പട്ടാള സംഘം അന്വേഷണം പോലും നടത്തുന്നുണ്ടായിരുന്നു. ഒരു സ്നൈപ്പർ ഉക്രൈൻ സൈന്യത്തിന് കൂടുതൽ ഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു. അയാൾ ആരാണ് എന്ന് കണ്ടെത്താനായിരുന്നു ശ്രമം. അധികം വൈകാതെ മൈക്കിളിനെ തേടി അടുത്ത ദൗത്യം എത്തി. റഷ്യൻ സംഘം അങ്ങോട്ടേക്ക് കടന്നുവരും, അവരെ വകവരുത്തണം എന്ന നിർദ്ദേശം കിട്ടിയിരുന്നു. കൃത്യമായി ലഭിച്ച പാതയിൽ അവർ സ്ഫോടക വസ്തുക്കളൊക്കെ സജ്ജീകരിച്ചു. അല്പസമയം പിന്നിട്ടപ്പോൾ അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ റഷ്യൻ സൈന്യം അങ്ങോട്ടേക്ക് വരാൻ ആരംഭിച്ചു. പക്ഷേ മുൻനിരയിലുണ്ടായിരുന്ന മൈക്കിൾ വെടിവെക്കാൻ ഉത്തരവ് കിട്ടിയിട്ടും അല്പം മടിച്ചു നിന്നിരുന്നു. അതിന് കാരണം ആ റഷ്യൻ സൈന്യത്തിന്റെ മുൻനിരയിൽ പട്ടാളക്കാരനായി നടന്നു
വന്നിരുന്ന ഒരു വ്യക്തി ഇവാനായിരുന്നു. മുമ്പ് മൈക്കിളിന്റെ സ്റ്റുഡന്റ് ആയിരുന്ന മൈക്കിളിനോട് എപ്പോഴും കയർത്തിരുന്ന ഇവാൻ തന്നെ അവൻ റഷ്യൻ സൈന്യത്തിൽ ചേർന്നിരിക്കുന്നു. ഈയൊരു കാര്യം മൈക്കിൾ തന്റെ ക്യാപ്റ്റനെ അറിയിച്ചു. പക്ഷേ ക്യാപ്റ്റൻ വീണ്ടും ഉത്തരവ് പറഞ്ഞതോടെ ക്യാപ്റ്റന്റെ ഉത്തരവ് അനുസരിച്ച് മൈക്കിളിന് നിറയൊഴിക്കേണ്ടി വരികയാണ്. അവിടെയുള്ള സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയും ഇവാൻ ഉൾപ്പെടെ അവിടേക്ക് എത്തിയിരുന്ന റഷ്യൻ സൈനികരെ മുഴുവനും മൈക്കിളിന്റെ സംഘം വകവരുത്തുകയും ചെയ്തു. അന്നത്തെ ദൗത്യത്തിനു ശേഷം അവർ ബേസിലേക്ക് മടങ്ങിയിരുന്നു. ബേസിലെത്തി ഒരു ദിവസം ക്യാപ്റ്റനും മൈക്കിളും തങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ക്യാപ്റ്റൻ എപ്പോഴും തന്റെ കുടുംബ ഫോട്ടോ കയ്യിൽ കരുതാറുണ്ടായിരുന്നു. ക്യാപ്റ്റനും ഭാര്യയും അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ മക്കളിൽ നിന്നും മറച്ചുവെച്ചിരുന്നു. അദ്ദേഹത്തിന് പെൺമക്കളാണ്. താനൊരു പട്ടാളക്കാരനാണെന്ന് പറഞ്ഞാൽ തന്റെ മക്കളുടെ സമാധാനം പോവുമെന്നും അവർക്ക് സമാധാനമായി ഉറങ്ങാൻ പോലും പറ്റില്ലെന്നും അവരെങ്കിലും സമാധാനത്തോടെ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയാണ് താനും ഭാര്യയും അത്തരത്തിൽ ചെയ്തതെന്നും താനൊരു ബിസിനസ് ടൂറിലാണെന്ന മക്കളോട് പറഞ്ഞിരിക്കുന്നത് എന്നും ക്യാപ്റ്റൻ മൈക്കിളിനോട് പറഞ്ഞു. മൈക്കിൾ ഈ സമയം തന്റെ ഭാര്യയെപ്പറ്റി സംസാരിച്ചു. ഭാര്യയുണ്ടാക്കിയ മരം കൊണ്ടുള്ള മാലാഖയെ അവൻ ക്യാപ്റ്റനെ കാണിച്ചു. അധികം വൈകാതെ മൈക്കിളിനും സംഘത്തിനും അടുത്തൊരു ദൗത്യമെത്തിയിരുന്നു. റഷ്യൻ പട്ടാള സംഘം കടന്നുവരും. അവരെ വകവരുത്തണം. കൃത്യമായ ലക്ഷ്യത്തിൽ ഒരു കിടങ്ങിൽ അവർ ഒളിച്ചിരിക്കാൻ ആരംഭിച്ചു. ഈ സമയമാണ് മൈക്കിൾ തന്റെ മുമ്പിൽ എത്തിപ്പെട്ട ആ 2 പട്ടാളക്കാരെ കാണുന്നത്. തന്റെ ഭാര്യയെ കൊന്ന ആ 2 പട്ടാളക്കാർ. മൈക്കിളിനതോടെ അവന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. താൻ അവരെ ഷൂട്ട് ചെയ്തോട്ടെ എന്നവൻ ക്യാപ്റ്റനോട് ചോദിച്ചു. ശത്രുക്കൾ ഇപ്പോൾ ശരിയായ പൊസിഷനിലല്ലെന്നും അതിനാൽ തന്നെ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് പ്രത്യാഘാതം ഉണ്ടാക്കും എന്നും ക്യാപ്റ്റൻ മൈക്കിളിനോട് പറഞ്ഞെങ്കിലും മൈക്കിളിന് അതുവരെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. കുറച്ചു സമയം മൈക്കിൾ കാത്തുനിന്നെങ്കിലും ഒടുവിൽ സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ മൈക്കിൾ അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സൈനികരെ നേരെ നിറയൊഴിച്ചു. അതോടെ മറഞ്ഞിരിക്കുകയായിരുന്ന റഷ്യൻ സ്നൈപ്പർ അവരുടെ സ്ഥാനം മനസ്സിലാക്കുകയാണ്. സ്നൈപ്പർ തിരികെ നിറയൊഴിക്കാൻ ആരംഭിച്ചു. ആ നിറയൊഴിക്കലിൽ മൈക്കിളിന്റെ കൂടെയുണ്ടായിരുന്ന ക്യാപ്റ്റൻ കൊല്ലപ്പെടുകയാണ്. പിന്നീട് റഷ്യൻ സൈന്യം തുരതുര നിറയൊഴിക്കാൻ ആരംഭിച്ചു. മൈക്കിളാകട്ടെ മരിച്ചുപോയ ക്യാപ്റ്റന്റെ ശരീരം മറയാക്കി വളരെയധികം കഷ്ടപ്പെട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഏറെ ഭാഗ്യം കൊണ്ട് കിടങ്ങിലേക്ക് ചാടി മൈക്കിളിന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നു. അങ്ങനെ മരണമടഞ്ഞ ക്യാപ്റ്റന്റെ മൃതദേഹവുമായി സൈനിക ക്യാമ്പിലേക്ക് മൈക്കിൾ തിരിച്ചെത്തി. താൻ കാരണമാണ് ക്യാപ്റ്റൻ കൊല്ലപ്പെട്ടത് എന്നുള്ള ചിന്ത മൈക്കിളിനെ ആകെ തളർത്തിക്കളഞ്ഞിരുന്നു. ക്യാപ്റ്റന്റെ മൃതശരീരം അവിടെ നിന്നും കൊണ്ടുപോകുന്ന കാഴ്ച മൈക്കിളേറെ ദുഃഖത്തോടെ നോക്കിക്കണ്ടിരുന്നു. പിന്നീട് മൈക്കിൾ ഒറ്റയ്ക്ക് റഷ്യൻ സൈന്യത്തിനെതിരെ പടപൊരുതാൻ തീരുമാനിച്ചു. ഒളിഞ്ഞിരുന്നുകൊണ്ട് നിരവധി റഷ്യൻ സൈനികരെ മൈക്കിൾ വകവരുത്തി. അങ്ങനെ ഒരു ദൗത്യത്തിനിടെ മൈക്കിളിന് ചെറിയൊരു പരിക്ക് പറ്റി. അതോടെ മൈക്കിൾ ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് താമസം മാറി അവിടെ കഴിയാൻ തുടങ്ങി. ഈ ഒരു സമയത്താണ് മൈക്കിളിനെ തേടി സൈന്യത്തിൽ നിന്നും ഒരു കോൾ വരുന്നത്. മൈക്കിളിന്റെ കൂടെയുണ്ടായിരുന്ന ക്യാപ്റ്റനെ കൊന്ന റഷ്യൻ സ്നൈപ്പറെ തങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അയാളെ വകവരുത്താൻ നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. സൈന്യം മൈക്കിളിനെ അറിയിച്ചു. സൈറി എന്നായിരുന്നു ആ റഷ്യൻ സ്നൈപ്പറുടെ പേര്. ആൾ കുറച്ചധികം ഭീകരനാണ്. തന്റെ പ്രൊഫഷനിൽ അതിവിദഗ്ധനാണ്. ഇതിനോടകം തന്നെ 5 ഉക്രൈൻ സ്നൈപ്പർമാരെയും 3 പട്ടാളക്കാരെയും അയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. സൈറിക്ക് ഒരു പ്രത്യേക സ്വഭാവവുമുണ്ട്. താൻ കൊലപ്പെടുത്തുന്ന ഉക്രൈൻ സൈനികരുടെ വീഡിയോ ദൃശ്യങ്ങളും മറ്റും അയാൾ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കും. ഉക്രൈൻ സൈന്യത്തെ അപമാനിക്കുക, ആളുകൾക്കിടയിൽ റഷ്യയ്ക്ക് മേൽ മതിപ്പുണ്ടാക്കുക എന്നതൊക്കെയായിരുന്നു ഇത് ചെയ്യുമ്പോൾ അയാളുടെ ലക്ഷ്യം. അയാൾ സോഷ്യൽ മീഡിയയിലിട്ട വീഡിയോസിൽ മൈക്കിളിന്റെ ക്യാപ്റ്റനെയും കൊല്ലുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അങ്ങനായിരുന്നു സൈറിയെ പറ്റിയുള്ള വിവരം സൈന്യത്തിന് ലഭിച്ചതുപോലും. സൈറി ഒളിച്ചിരിക്കുന്ന സ്ഥലം കൃത്യമായി അറിയാമായിരുന്നെങ്കിലും തൊട്ടടുത്ത് ഒരു ക്ലോറിൻ ഫാക്ടറി ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്കവിടെ ബോംബ് സ്ഫോടനത്തിന് സാധിക്കില്ലായിരുന്നു. അങ്ങനെ ചെയ്താൽ വളരെ വലിയ പരിസ്ഥിതി ആഘാതം തന്നെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ അവർ സൈറിയെ കൊലപ്പെടുത്താൻ മറ്റൊരു പദ്ധതി ആസൂത്രണം ചെയ്തു. സ്നൈപ്പർമാർ സൈറിയുടെ അംഗരക്ഷകരായി നിൽക്കുന്ന സൈനികരെ കൊലപ്പെടുത്തണം. അതിനുശേഷം കൂട്ടത്തിലെ നേതാവായ മൈക്കിൾ സൈറിയുടെ പക്കലേക്ക് പ്രവേശിച്ച് അയാളെ വകവരുത്തണം. അതായിരുന്നു പദ്ധതി മൈക്കിളും അംഗീകരിച്ചു. അധികം വൈകാതെ അവർ ദൗത്യത്തിനായി പുറപ്പെടുകയാണ്. ഉക്രൈൻ സ്നൈപ്പർമാർ ലക്ഷ്യസ്ഥാനത്തിന്റെ പലവശത്തായി ഒളിച്ചിരുന്നു. ഈയൊരു സമയത്ത് മൈക്കിൾ ഇഴഞ്ഞു നീങ്ങി സൈറി ഒളിച്ചിരുന്ന കെട്ടിടത്തിന്റെ പരിസരത്തേക്കെത്തി. അവിടെ എത്തിയ മൈക്കിൾ ആദ്യം കണ്ടത് തന്റെ ഭാര്യയ്ക്ക് നേരെ ആക്രമണം നടത്തിയ ആ 2ാമത്തെ സൈനികനെയാണ്. മൈക്കിളിനെ കണ്ട അയാൾ നീ ആ പഴയ സമാധാനവാദിയായിരുന്നില്ലടോ എന്ന തരത്തിൽ ചോദിച്ചു. പക്ഷേ ചോദ്യം മുഴുമിപ്പിക്കാൻ പോലും അനുവദിക്കാതെ മൈക്കിൾ അയാളെ കൊന്നു തള്ളി.
പിന്നാലെ തന്റെ ടീമംഗങ്ങൾക്ക് മിഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ നിർദ്ദേശവും കൊടുത്തു. ഉത്തരവ് കിട്ടിയതും ഉക്രൈൻ സ്നൈപ്പർമാർ ഒരേ സമയം അവിടെ കാവൽ നിന്നിരുന്ന റഷ്യൻ പട്ടാളക്കാരെ മുഴുവൻ കൊലപ്പെടുത്തുകയാണ്. സൈറിയടക്കം 2 റഷ്യൻ സ്നൈപ്പർമാർ മാത്രമായിരുന്നു ഇനി ആ ബിൽഡിംഗിൽ അവശേഷിച്ചത്. ഇതേ സമയം തന്റെ സ്ഥാനത്ത് തുടരുകയായിരുന്ന സൈറിക്ക് എന്തോ പ്രശ്നമുള്ള പോലെ തോന്നി. സൈറി അവിടെ ചുറ്റിലും കാവലുണ്ടായിരുന്ന റഷ്യൻ സൈനികരുമായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. സൈറിയുടെ നിർദ്ദേശപ്രകാരം സൈറിയുടെ സഹസ്നൈപ്പർ സൈനികരെ അന്വേഷിച്ചിറങ്ങി. അവരെല്ലാം കൊല്ലപ്പെട്ടതായി ആ റഷ്യൻ സ്നൈപ്പർ തിരിച്ചറിഞ്ഞു. ഇക്കാര്യം അയാൾ സൈറിയെ അറിയിക്കുകയാണ്. അതോടെ സൈറി റഷ്യൻ സൈന്യത്തെ വിളിച്ച് അങ്ങോട്ടേക്കൊരു ബാക്കപ്പ് ടീമിനെ അറേഞ്ച് ചെയ്തു. എന്നാൽ ഈ ഒരു തക്കത്തിന് സൈറി ഒളിച്ചിരുന്ന ബിൽഡിങ്ങിനകത്തേക്ക് മൈക്കിൾ കടന്നു കയറിയിരുന്നു. ബാക്കപ്പ് ടീമിനെയൊക്കെ വിളിച്ചറിയിച്ച ശേഷം സൈറി തന്റെ ഇടത്തേക്ക് മടങ്ങിയെത്തി. പക്ഷേ സൈറി കണ്ടത് തന്റെ ഇടത്തിരിക്കുന്ന ഒരു മാലാഖയുടെ രൂപം കൊത്തിവെച്ച മരരൂപമായിരുന്നു. സൈറിയുടെ ദേഹത്തേക്ക് കത്തിയുമായി മൈക്കിൾ ചാടി വീണു. ശബ്ദമുണ്ടാക്കാതെ സൈറിയെ മൈക്കിൾ ആ നിമിഷം വകവരുത്തി. അധികം വൈകിയില്ല. സൈറിയുടെ കൂടെയുണ്ടായിരുന്ന സ്നൈപ്പറെ ഒരു ഗ്രനേഡ് എറിഞ്ഞ് മൈക്കിൾ കൊന്നുതള്ളുകയാണ്. അധികം വൈകാതെ സൈറി വിളിച്ച റഷ്യൻ സൈന്യത്തിന്റെ ബാക്കപ്പ് ടീം അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. സൈറിയുമായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ച റഷ്യൻ സൈനികർക്ക് സൈറിയുടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എടുത്ത് മറുപടി പറഞ്ഞതാകട്ടെ മൈക്കിളായിരുന്നു. തൊട്ടു പിന്നാലെ മൈക്കിളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആ സൈനികൻ മൈക്കിളിന്റെ തന്നെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഭയന്ന റഷ്യൻ സൈനികർ വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവരെ എല്ലാവരെയും മറഞ്ഞിരുന്ന ഉക്രൈൻ സ്നൈപ്പർമാർ വകവരുത്തി കളഞ്ഞു. അങ്ങനെ മികച്ച രീതിയിൽ മൈക്കിൾ തന്റെ ദൗത്യം പൂർണ്ണമാക്കി. തന്റെ ഭാര്യയെയും ക്യാപ്റ്റനെയും കൊന്നവരോട് പൂർണ്ണമായ കണക്കിൽ മൈക്കിൾ തന്റെ പ്രതികാരം തീർത്തു. മൈക്കിൾ അതിനുശേഷം തന്റെ വീടുണ്ടായിരുന്നിടത്തേക്ക് പോയി. വീടിന് പകരം കുറച്ച് ചാരം മാത്രമായിരുന്നു അവിടെ അവശേഷിച്ചത്. തന്റെ ഭാര്യയെ അടക്കം ചെയ്തെടുത്ത് മൈക്കിൾ ഒരു കുരിശു നാട്ടി. വേദനയോടെ തന്റെ പ്രിയപ്പെട്ട പത്നിയെ ഓർത്തു. നിന്നോട് ക്രൂരത കാണിച്ചവരോട് ഞാൻ കണക്ക് തീർത്തിരിക്കുന്നു എന്നവൻ പറയാതെ പറഞ്ഞു. ഇനിയൊരിക്കലും താൻ ആഗ്രഹിച്ച തന്റെ പഴയ ജീവിതം തനിക്ക് തിരികെ കിട്ടില്ല എന്ന് മൈക്കിളിന് അറിയാമായിരുന്നു. മൈക്കിൾ കുറച്ചു സമയം അവിടെ തുടർന്നു. പക്ഷേ കുറേയധികം നേരം അവിടെ നിൽക്കുവാനും സാധിക്കില്ല. മൈക്കിളിനെയും കാത്ത് ദൗത്യങ്ങൾ ബാക്കി നിൽക്കുന്നു. അധികം വൈകാതെ മൈക്കിൾ യുദ്ധഭൂമിയിലേക്ക് പുറപ്പെട്ടു. എല്ലാവരും ഏറ്റെടുക്കാൻ മടിക്കുന്ന, ജീവൻ പണയം വെക്കുന്ന ദൗത്യങ്ങൾ മൈക്കിൾ ഏറ്റെടുത്തു. ഓരോ ദൗത്യത്തിനും മൈക്കിൾ പോവുമ്പോഴും അവന്റെ പക്കൽ അവന്റെ ഭാര്യയുണ്ടാക്കിയ ആ പ്രിയപ്പെട്ട മാലാഖരൂപം ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.